ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയതായി അവൻ കരുതി. ഈശോയെ പ്രതി അടികൾ കിട്ടുന്നത് ഈജിപ്തിലെ നിധികളെക്കാൾ വിലയുള്ളതാണെന്ന് മോശ കരുതി. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 26-ാമത്തെ തിരുവചനം, തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിപ്പിച്ചത്. ഞാനൊരു പുതിയ സൃഷ്ടിയായി മാറും എന്ന കാര്യത്തിലാണ് മോശ ദൃഷ്ടി പതിപ്പിച്ചതെന്ന് വിളിക്കാം. ഈശോയേ, എനിക്ക് ആത്മാവിന്റെ ഒരു പുതിയ ശക്തി കിട്ടും എന്നതിലാണ് മോശ ദൃഷ്ടി പതിപ്പിച്ചത്. ഞാൻ ഒരു പുതിയ വ്യക്തിയായി ദൈവവുമായി ബന്ധത്തിലായിരിക്കുമെന്ന കാര്യത്തിലാണ് മോശ ദൃഷ്ടി പതിപ്പിച്ചത്. ഞാൻ ദൃഷ്ടി പതിപ്പിക്കുന്നത് എവിടെയാണ്? ഞാൻ ഇന്ന് എന്റെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? എന്ത് കിട്ടുമെന്ന കാര്യത്തിലാണ് എന്റെ കണ്ണുള്ളത്. കർത്താവ് നിനക്ക് തരാനിരിക്കുന്ന ഒരു പ്രതിഫലമുണ്ട്. നിന്നെ അവിടുന്ന് പുതിയ സൃഷ്ടിയാക്കി തന്റെ ജീവനിൽ ഒന്നാക്കി തീർക്കുമെന്ന കാര്യത്തിലാണോ നിന്റെ ദൃഷ്ടിയുള്ളത്? മനസ്സിന്റെ ഇരുണ്ട രാത്രി ഓർക്കുമ്പോ കണ്ണിൽ ഇരുട്ട് കയറുന്ന രാത്രി, ബുദ്ധിയിൽ അന്ധകാരം നിറയുന്ന രാത്രി, മനസ്സിന്റെ കണക്കുകളൊക്കെ, ബുദ്ധിയുടെ കണക്കുകളൊക്കെ തെറ്റി വിശ്വാസത്തിന്റെ കണക്കുകൾ ശരിയാകുന്ന രാത്രി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുകയാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ തിരുവചനം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഹല്ലേലൂയ.